ബ്രഹ്മാനന്ദം പരമസ്വതം കേവലം ജ്ഞാനമൂർത്തിം ദ്വാതീതം ഗഗനസദൃശം തത്വം സ്യാദിലക്ഷം ഏകം നിത്യം വിമലവദനം സർവധി സാക്ഷ്യഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദ്ഗുരുവായ ഈശ്വരൻ പുരാണങ്ങളിലൂടെ പറയുമ്പോൾ നമുക്കറിയാം, പുരാണങ്ങളിൽ മുഴുവനും പ്രതിപാദിക്കുന്ന ഒന്നാണ് തുളസി എന്ന് പറയുന്നത്. തുളസി പോഷണം ചെയ്യുക, 1 വർഷം ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. തുളസി ഇല്ലം അർദ്ധാബ്ദികം തഥാ, വില്ലതലമാണെങ്കിൽ 6 മാസവും ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ 1 വർഷം ഉപയോഗിക്കാവുന്ന ഒന്നാണ് തുളസി. അത് വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ. ഇന്ന് തുളസിയുടെ വിവാഹ ദിവസമാണ്. അപ്പോൾ പുരാണങ്ങളിൽ പറയുമ്പോൾ, ഭാഗവതത്തിലൂടെ പോകുമ്പോൾ അവിടെ ആദ്യം ചോദിക്കുന്ന ഗോപിമാർ ചോദിക്കുന്നത് കശ്ചിത് തുളസി മല്ലികെ ജാതിയൂഥികെ പ്രീതിംബോ ജനയായാധ കരസ്പർശേന മാധവ ചൂതപ്രിയാള പനസാസന കോവിദാന ജംബുർക്കബില്ല ബഹുളംബര കദംബ നീപാഹ എന്നേ പരാർത്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഗോപികകൾ സ്തുതിക്കുന്നതാണ്. ആദ്യം തുളസിയാണ് അവർ വന്ദിക്കുന്നതെന്നർത്ഥം. കശ്ചിത് തുളസി കല്യാണി ഗോവിന്ദചരണപ്രിയേ സഹത്വാളികുളേ ബിഭ്രൻ ദുഷ്ടതേ അതിപ്രിയോ അച്യുത. ഞങ്ങൾക്ക് പ്രിയനായ അച്യുതൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ച്യുതി ഇല്ലാത്തവൻ, നാശമില്ലാത്തവൻ എന്നർത്ഥം. ദുഷ്ടതേതി പ്രിയ അച്യുത, നാശമില്ലാത്ത ഒന്നിനെ. അതിന് സഗുണ ഉപാസനയിൽ പോകുമ്പോൾ അത് ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ഭക്തജനങ്ങൾ കാണുന്നു എന്നർത്ഥം. ദുഷ്ടതേ അതി പ്രിയ അച്യുത, അവിടെ ആദ്യം തന്നെ ഗോപിമാർ സ്തുതിക്കുന്നതാണ് കശ്ചിൻ തുളസി കല്യാണി. എന്നാൽ പിന്നെ വേറെ ഏതെങ്കിലും ഒന്നിനെ പറ്റി പറഞ്ഞാൽ പോരെ? ആദ്യം തുളസിയെ സ്മരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് തുളസിയുടെ പ്രത്യേകതയാണ് എന്നർത്ഥം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവരും, ചിലർക്ക് കിഴക്ക് വശത്ത് ഉണ്ടാകും തുളസി, ചിലർക്ക് പടിഞ്ഞാറ് വശത്ത്, ചിലർക്ക് വടക്ക് വശം ഉണ്ടാകും. കിഴക്ക് വശത്ത് ഇല്ല എന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട എന്നർത്ഥം. അപ്പോൾ കിഴക്ക് വശത്ത് ഉള്ളതായ തുളസി, അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ഇല്ലങ്ങളിലോ വീട്ടിലെ ഏതെങ്കിലും സ്ഥലത്ത് നിൽക്കുന്നതായ ഒരു തുളസിയുടെ ചോട് വൃത്തിയാക്കിക്കൊണ്ട് അവിടെ പാല് അഭിഷേകം കഴിക്കേണ്ട ദിവസമാണ്. അപ്പോൾ എങ്ങനെയാണോ തുളസിക്ക് നമ്മൾ അഭിഷേകം കഴിക്കുന്നത്, ആ അഭിഷേകം ഭഗവാനിൽ തന്നെ എത്തിച്ചേരും എന്നർത്ഥം. അപ്പോൾ ലക്ഷ്മി ഭഗവതിയുടെ അവതാരം തന്നെയാണ് തുളസി എന്നർത്ഥം. തുളസി എന്ന് പറയുന്നത് ലക്ഷ്മി ഭഗവതി തന്നെയാണെങ്കിൽ തുളസിയെ പോഷിപ്പിച്ചാലോ? ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം. അപ്പം ലക്ഷ്മി ഭഗവതിയുടെ പ്രത്യക്ഷ സ്വരൂപമാണ് തുളസി. അപ്പോൾ ഇന്നത്തെ ദിവസം തുളസി കല്യാണ ദിവസമായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ആചരിക്കുന്ന യഥാർത്ഥം. ഒരു ശകലം പാല് ലക്ഷ്മി ഭഗവതിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് തുളസിയെ അഭിഷേകം കഴിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ഭഗവതി ക്ഷേത്രങ്ങളിലാണെങ്കിലും ഇല്ലങ്ങളിലാണെങ്കിലും വിളയാടും. ക്ഷേത്രങ്ങളിൽ തുളസി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും തുളസിക്ക് അഭിഷേകം ചെയ്യാനുള്ള സൗകര്യം എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. അപ്പം നാശത്തിന് കാരണഭൂതമായ എന്തിനേയും രക്ഷിക്കുന്നതാണ് ക്ഷേത്രം. അതുപോലെ നാശത്തിൽ നിന്ന് എന്തിനും രക്ഷിക്കുന്നതാണ് തേവാരം. അപ്പോൾ തേവാരമൂർത്തികളെ അടക്കം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവരും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നേരം തുളസിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുമ്പോൾ, അവിടെ പാലഭിഷേകം കഴിച്ചു കഴിയുമ്പോൾ അവിടെ ലക്ഷ്മി ഭഗവതി തന്നെയാണ് തുളസി എന്നർത്ഥം. അപ്പം കിഴക്ക് വശത്ത് നിൽക്കുന്നു ഇല്ല എന്ന് വിചാരിക്കുക, എപ്പോഴെങ്കിലും ഒരു തുളസി ഉണ്ടാവില്ലേ? അവനവൻ്റെ പറമ്പിൽ, അവനവൻ്റെ ചുറ്റളവിലോ അല്ലെങ്കിൽ അവനവൻ്റെ മുമ്പിലോ എവിടെയെങ്കിലും ഒരു തുളസി ഉണ്ടാവില്ലേ? ആ തുളസിയെ ലക്ഷ്മി ഭഗവതിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് കഴിയുമ്പോൾ അവിടെ ലക്ഷ്മി ഭഗവതി വിളയാടും. അവനവൻ്റെ ഹൃദയത്തിലും അതുപോലെ തന്നെ അവനവൻ്റെ ഗൃഹത്തിലും അവനവൻ്റെ നക്ഷത്രങ്ങളിലും അടക്കം ലക്ഷ്മി ഭഗവതി വിളയാടും എന്നർത്ഥം. നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ ആഘോഷപൂർവ്വമാണ് തുളസി കല്യാണം അവർ നടത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വേണ്ടത് ക്ഷേത്രങ്ങളിൽ വരുന്നവർ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ വരുന്നവർക്കുള്ള അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും തുളസി നിൽക്കുന്നുണ്ടാവും. ആ തുളസിക്ക് അഭിഷേകം ചെയ്യാനുള്ള സൗകര്യം ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ആർക്കും ജോലിക്ക് പോകേണ്ടാത്ത ദിവസമാണ്, അധികം ജോലിക്ക് പോകേണ്ടാത്ത ദിവസങ്ങൾ, അവധി ദിവസം കൂടെ ആയതിനാൽ ഈ ഒരു അവസരം വർഷത്തിലൊരിക്കൽ മാത്രം വരുന്നതായ തുളസി കല്യാണ ദിവസം ഭക്തിപൂർവം ലക്ഷ്മി ഭഗവതിയായി സങ്കല്പിച്ചുകൊണ്ട് തുളസിയെ അഭിഷേകം കഴിക്കുമ്പോൾ അവിടെ ലക്ഷ്മി ഭഗവതി തന്നെ നമുക്ക് അനുഗ്രഹം നൽകും. അപ്പോൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, എവിടെയാണോ തുളസി നിൽക്കുന്നത് കിഴക്കുവശത്ത് ഇല്ലാതിരിക്കും. ഇനി പേടിക്കേണ്ട, അവനവൻ്റെ എവിടെയെങ്കിലും കയ്യെത്താവുന്ന നടന്നെത്താവുന്ന തുളസി ഉണ്ടെങ്കിൽ തുളസിയെ അഭിഷേകം കഴിച്ച് തൃപ്തിപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ.
അപ്പോൾ ഇവ നവം, പുരാണങ്ങളിൽ പറയുന്നതായ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ പറയുന്നതായ തുളസി. അപ്പോൾ തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ ചുറ്റി എന്നെന്നും ചാർത്തിയിടാം. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി. അപ്പോൾ ഇന്ന് ഏത് മൂർത്തിയാണെങ്കിലും, മഹാദേവനാണെങ്കിലും നന്ദികേശ്വരനായ ഏത് മൂർത്തിയാണെങ്കിലും അത് ഗുരുവായൂരപ്പനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് തുളസിമാല കെട്ടിയിടുന്നതും വളരെ പ്രാധാന്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു തുളസി കല്യാണ ദിവസം തുളസിയെ ഈശ്വരിയായി കണ്ടുകൊണ്ട്, ലക്ഷ്മി ഭഗവതിയായിക്കൊണ്ട് അഭിഷേകം കഴിക്കുക. എല്ലാ ഈ വീടുകളിലും എല്ലാ ക്ഷേത്രങ്ങളിലും തുളസി നിൽപ്പുണ്ട്. ആ ഒരു സൗകര്യം എല്ലാവരും പ്രയോജനപ്പെടുത്തി തുളസീദേവിയുടെ അനുഗ്രഹം നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.